പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒരുമിച്ച നർമ്മസമ്പന്നമായ നിമിഷങ്ങൾ, കൗതുക വാർത്തകൾ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി സീൻസ്. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ റോസ്മേരിയാണ്. റോസ്മേരി? ഏത് റോസ്മേരി? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. ചായ. ഹലോ ഹലോ, 72496 അല്ലേ? അല്ല, 495 ഡയൽ ചെയ്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് മിസ്റ്റർ? ആരേ മോളെ? കുറെ പ്രാവശ്യമായി ഒരുത്തൻ റോങ് നമ്പർ ആണെന്നും പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് കൊണ്ട. ആരുടെ നാറി നീ? നിന്റെ നാവറിക്ക് പോയടാ പട്ടി. അഹമ്മദ് കുട്ടിയോ? ഉണ്ടല്ലോ, കൊടുക്കാം. നിനക്ക് പഠിച്ചാൽ അമ്മായി ആയിരിക്കും, ബോംബെന്നാണ്. അമ്മായി അഹമ്മദ് കുട്ടി സ്പീക്കിംഗ്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേരെ കെട്ടുവാൻ. അതാണ് നിന്റെ അച്ഛന്റെ കെട്ടോള് പന്നി. ആരാ നീ? എന്റെ അച്ഛന്റെ അച്ഛൻ. പോണ നായിന്റെ മോനെ. ഓടി നായിന്റെ മോളെ. പോണ മരമാക്രി. ഓടി മരപ്പട്ടി. ഛീ. ചായ കുടിച്ചോ? അമ്മായി എന്ത് പറഞ്ഞു? ഒന്നുമില്ല. മനസ്സമാധാനത്തോട് മനുഷ്യനൊന്നും മദ്യപിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഈ കുന്തമെല്ലാം കൂടെ തല്ലി പൊട്ടിക്കും. ഞാൻ കുപ്പിയെടുത്താ പോയി വരെ കൊണ്ട് തോറ്റു. തനിക്ക് എന്ത് വേണം? തനിക്ക് എന്തുവാണോ വേണ്ടത്? അയാമേ കുട്ടി. കുട്ടിയോ? അതെ, അഹമ്മദ് കുട്ടി. അത് ഞാനെന്ത് വേണം? ഗ്യാസ് ഉണ്ടോ? താനെന്താ ഡോക്ടറാണോ? വഴിനീള നടന്ന് ഗ്യാസ് ഉണ്ടോന്ന് ചോദിക്കാൻ? ഒരർത്ഥത്തിൽ ഞാനൊരു ഡോക്ടറെ പോലെ തന്നെയാണ്. ഗ്യാസ് ഉണ്ടോ അത് പറ. ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് വേണം ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള പോകുക. ഒന്ന് മാറും. നിങ്ങളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. ഗ്യാസിന് ആർക്കൊക്കെയാണ് ഗ്യാസ് ഉള്ളത്? ആ ഗ്യാസ് അല്ല, കുക്കിംഗ് ഗ്യാസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. ഇവിടെ ഒരു കുക്കർ പോസ്റ്റ് ഉണ്ടെന്ന് ആ ചായക്കടയിലെ നാരായണനാർ പറഞ്ഞു. അതെന്നാ തനിക്ക് ആദ്യമേ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. ആദ്യം പറയാൻ ഞാൻ നിങ്ങളെപ്പോഴല്ലേ കണ്ണ്. മാത്രമല്ല ഞാൻ ഇതുവരെ പാടുമായിരുന്നു. പറയല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിന്റെ ചെറിയൊരു കുഴപ്പപ്പെടുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പല പല സ്റ്റാർ ഹോട്ടൽസിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതെന്താ മിലിറ്ററി അല്ല, പോലീസ്. ചീഫ് കുക്കറായിട്ട്. കുക്കറോ? അത് ഇംഗ്ലീഷ് അല്ല പിടിയില്ലല്ലേ. പിന്നെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, പ്രഷർ കുക്കർ, കുക്കിംഗ് റേഞ്ച്, ഇതൊക്കെ വേണം. ഇവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ എന്നെ കഴുകാൻ പുറത്തുകൊണ്ടുപോയാൽ ചെയ്യേണ്ടി വരും. എനിക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ചിക്കൻ കബാബ്, മട്ടൺ കബാബ്, ഫിഷ് കുലാബി. ഒരു 4 ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഓംലെറ്റ് എന്ന് വെച്ചാൽ ഈ മുട്ടക്കകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. ആംബ്ലേറ്റ് എന്നാ പറയണ്ടേ? ഓക്കെ, ടാറ്റ. കിച്ചൻ കഹാ ഹേ? ഇയാള് ശരിയാവൂ? ആളൊരു ലോ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് പറ്റിയ ആളാ. സ്വാമിക്ക് അറിയോ, ഞാൻ മുമ്പ് ബോംബെയിൽ ഓബ്രോയ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രഞ്ച് സാഹിബ് വന്ന് റൂം എടുത്ത്. സാഹിബ് ഒരു ചായ ഓർഡർ ചെയ്ത് റൂം പോയി ചായ കൊണ്ടു കൊടുത്തു. സാഹിബ് കുറച്ച് ചായ കുടിച്ചു നോക്കിയിട്ട് ഒരു ഒറ്റ തുപ്പ ഈ പയ്യന്റെ മുഖത്ത്. എന്തോ ചായ ഇഷ്ടപ്പെട്ടാണല്ലേ. ഈ സമയത്ത് ഞാനൊരു പാസിംഗ് റൂമിന്റെ പുറത്തൂടെ. സാഹിബ് എന്നെ കണ്ട് ഹലോ മിസ്റ്റർ കുട്ടിന്ന്. മുമ്പ് ഡൽഹിയിലെ താജ് ഹോട്ടലിനുള്ള പരിചയമാണ്. എന്നോട് ഈ ചായന്റെ വിവരം പറഞ്ഞു. ഉടനെ ചെന്ന് കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. ഇത് കുടിച്ചിട്ട് സാഹിബ് എനിക്ക് കൈ എന്നിട്ട് പറയാ, ഹലോ ഹൗ ഓൾഡ് ആർ യു? ഞാൻ പറഞ്ഞു ഫൈൻ തന്നെ. അല്ലാതെ നമ്മൾ താൻ എവിടെ ഇരിക്കാണോ? തന്നെ എവിടെയൊക്കെ ഞാൻ അന്വേഷിച്ചു. വാട്ട് ഈസ് ദ മാറ്റർ? തനിക്ക് പഞ്ചാമൃതം ഉണ്ടാക്കാൻ അറിയാം? എന്ത് പഞ്ചാമൃതം? എന്തിന്? നിങ്ങൾ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്നല്ല പണിക്കൊണ്ടെന്ന്. ഈ മാതിരി ചീപ്പ് കേസ് ആയിട്ട് വരരുത്. ആനക്കാര്യത്തിലെടുക്കാം ചേനക്കാര്യം. അങ്ങനെ ഈ തനിങ്ങോട്ട് മാറി. സ്വാമിക്കറിയാവോ? പിന്നെന്താ? എന്താ വിശേഷം? വകയിലൊരു ബന്ധുവിനാ. ബന്ധു എന്ന് വെച്ചാൽ ആരാ? പറഞ്ഞു വരുമ്പോ ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദറോ?
ഫൈവ് സ്റ്റാർ ഡോ മാത്യു മാത്യു എന്താടാ ഇത് കണ്ടാ ഡോ ഏയ്, ഏയ്, ആരാ അത്? ഡോ ഉറങ്ങാനും വയ്യത്. ഇയാളെ എങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. എഴുന്നേക്കണം. ഡോ, എന്താ പ്രശ്നം? തന്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങണം. എഴുന്നേക്ക്. വാട്ട് ഇസ് ദ മാറ്റർ? മാറ്റർ തനിക്ക് സൂഹിക്കാനാണോ 150 രൂപ എണ്ണി തരുന്നത്? ഓ, നിങ്ങൾ 2-3 തടിയന്മാർ ഇവിടെ ഉണ്ടായിട്ട് ഒരു ചായ ഇട്ടോണ്ട് നിന്നെ വിളിച്ചിരുന്നെങ്കിലോ? ഇയാളെ ഇനി ഇവിടെ നിർത്തിയാ ശരിയാ. നിങ്ങളുടെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ വേണ്ടേ? അത് ഇഡ്ഡലിയോ ദോശ സ്റ്റീം കേക്കോ? സ്റ്റീം കേക്കാ? അതേന്ന് പിട്ട് അത് ഈ കടയിൽ കിട്ടും. നിങ്ങൾക്ക് ചൂടോടെ ഫ്രഷ് സാധനം ഞാൻ ഞാൻ പറഞ്ഞില്ല വാങ്ങിത്തരാം. ഇയാളെ ശരിയാവില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ലെന്ന്. ഇടിയോ ശരി, ശരി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഞാൻ ശരിയാക്കാം. തന്റെ സ്റ്റീം കേക്ക് ഒന്നും വേണ്ട, നല്ല പച്ച മലയാളത്തിലുള്ള പിട്ട് ചെന്നുണ്ടാക്ക്. ഉടനോട് പുറ്റല്ല പുട്ട് പുട്ട് തള്ളിക്കൊണ്ടോ ഞാനെല്ലാം ട്രാലിയോ? ആഹാ നല്ല ജോഡി. അല്ല, കൊറേ നേരമായല്ലോ നിങ്ങൾ ഇങ്ങനെ നമ്മളെ നോക്കണേ. എന്താ നിങ്ങളെ ഉദ്ദേശം? എന്താ നിങ്ങൾ ആലോചിക്കണേ? അല്ല ഞാൻ ആലോചിക്കായിരുന്നു അഹമ്മദ് കുട്ടി എത്ര സുന്ദരനാണെന്ന്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിന് ആർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാൻ ആലോചിക്കുന്നത് അതല്ല, എന്നെങ്ങനെ വേഷം കെട്ടിച്ചതിന്റെ കാര്യം എന്താണ് അത് പറ. എന്റെ ഒരു സന്തോഷത്തിന് അഹമ്മദ് കുട്ടിയുടെ വന്നതിന് ശേഷം ഒന്നും വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും എനിക്ക് സാധിച്ചല്ലോ. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വെറുതെ കറങ്ങേ? ഒരു സിനിമയ്ക്ക് പോവാം. ഇംഗ്ലീഷ് പിക്ചറാ? അല്ല ഹിന്ദിയാ. ഛേ, ഹിന്ദി ഒരു ചീപ്പ്. ഞാനില്ല. എന്നാ അഹമ്മദ് കുട്ടി വരണ്ട. അല്ല വരാ, ഞാൻ വരാ. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പിക്ചറിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ ഫീൽ ചെയ്തേ. കുട്ടികള് താനിവിടെ നിന്നു. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് ഓ, വരാം. ആരെന്ത് ചോദിച്ചാലും കമാന്നൊരു അക്ഷരം മിണ്ടരുത്. കമാന്ന് 2 അക്ഷരല്ലേ? താൻ എന്താ മനസ്സിലാക്കിയത്? കമാന്ന് വരരുതെന്നല്ലേ? ഓ, തന്നെ കൊണ്ട് ഞാൻ ആരോടും ഒന്നും മിണ്ടരുതെന്ന്. അത് ശരി, ഇല്ല മിണ്ടൂല. ആ. മീനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിയിട്ട് പോയ പോരെ? എന്തായാലും 7 മണിക്ക് മുമ്പേ വീട്ടിലെത്തണം. അതൊക്കെ എത്താമെന്നേ. വാ. എന്തൊരു ജോഡിപ്പൊരുത്തോ. ഹലോ, ഉം? അല്ല ഇതെപ്പം നിക്കാതെ കഴിഞ്ഞ് മോളെ പേരെന്താ? അല്ല അനിയുടെ വന്നേ. താനെന്താ ഇവിടെ? ഞാൻ പിക്ചറിന് എന്താണ്? പിക്ചറിന് ദേ, എന്നെ ഇവിടെയും കൂടി ഇവിടെ കണ്ട കാര്യം ആ അച്ചായനോട് എന്ന് കെട്ടി എഴുന്നള്ളിച്ചേക്കരുത്. അവൻ ആകെ കുളവാക്കി കളയും. നേരോ? ആ, ഇത് കുളമാവും. ഇങ്ങോട്ട് നോക്ക്. വല്യമ്മച്ചേ, വല്യമ്മച്ചേ. ദാ, ആ കറുത്ത പാൻസും വെള്ളയിൽ വരെയുള്ള ഷർട്ടും അവൻ തന്നെ. ദേ, കൂടെ മറ്റവനുണ്ട്. ഇവൻ എത്ര കിട്ടിയാലും മതിയാവില്ല. എടാ ചാക്കോ, ഇന്ന് അവനും മറ്റവനും സൂപ്പാക്കണം. ദേ, താൻ ബാൽക്കണിയിലൊന്നും കയറി ഇരിക്കരുത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണ്ട. ചെറുപ്പം എന്റെ സ്വഭാവമാണ്. എല്ലുപോലെ എന്റെ തന്ത കേട്ടോ. പിടിക്കാൻ പതിവില്ലാണ്ട് കുപ്പായൊക്കെ തന്നെ സ്നേഹം കാട്ടുമ്പോഴേ എനിക്ക് സംശയമുണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്.
ഇനി ഏക്കുട്ടി ഒരു സെക്കൻഡ് വരക്കണ പ്രശ്നമില്ല. ഞങ്ങളെ ടൗസറും കുന്തൊക്കെ അയച്ചു തരാം. നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലാക്കാൻ പോയതാ. ഇതിലും ഭേദം പോലീസ് സ്റ്റേഷനായിരുന്നു. ഇടി ഇത്രയും കിട്ടില്ലായിരുന്നു. നിങ്ങളെ പുറംകാലം കൊണ്ട് അടിച്ച കറുത്ത തള്ളല്ലേ? എനിക്ക് സംശയം ഉണ്ടായ്മ വനിതാ പോലീസ് റിട്ടയർഡ് ആണോ എന്ന്. അത് സഹിക്കാം. ആ താടി വെച്ച ഭൂതം പോലെ എടുത്തല്ലേ, അവനൊരു പിടി പിടിച്ചിട്ട് എന്റെ കഴുത്തനക്കാൻ മേല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു പോയി. ഗുഡ് ബൈ. അമ്മതൊട്ടി പോരുത്, ഒരു അബദ്ധം പറ്റിയതല്ലേ. നോ ടച്ച് മീ. ഇന്ന് ബൊംബായിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡെയിലി വലിയ വലിയ ഹോട്ടലിന് എസ്റ്റിറ്റ് വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് അവിടുത്തെ എയർ കണ്ടീഷൻ ചെയ്ത കിച്ചണിൽ കിടക്കാനായിരിക്കും യോഗം. ഇവൻ ഒരുത്തരായതിനൊക്കെ കാരണം. ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ. എവിടുന്ന് ഒരു പൂച്ചക്കണ്ണി പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഹ, അത് ശരി. അപ്പൊ കിട്ടിയത് കുറെ കണക്കായി പോയി. അല്ല, അപ്പൊ നിങ്ങൾ ശരിക്കും നിൽക്കാൻ കഴിച്ചല്ലേ? എന്നാൽ ആ വരവ് കണ്ടപ്പോഴേ ഉറപ്പാണ് അടി കിട്ടുമെന്ന്. അത് കിട്ടി ചെയ്ത്. അയ്യേ, അത് ഞങ്ങളിങ്ങനെ തമാശ. ഒന്നും മിണ്ടണ്ട, ഏ കുട്ടി അകത്ത് പോണം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നു. എടാ തെണ്ടി. ബോഡി അനക്കരുത്, ബോഡി അനക്കരുത്. മർമ്മം നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ.